അപ്പൊ വൈകിട്ട് എന്താ പരിപാടി? ഓണമൊക്കെ അല്ലേ, നമുക്ക് ഓണം സ്പെഷ്യൽ ആക്കിയാലോ? ഓണം വന്നല്ലോ അല്ലേ? നമുക്കിന്ന് ഒരു അങ്കമാലി സ്പെഷ്യല് മീൻ മാങ്ങ കറി കേട്ടിട്ടുണ്ടോ നീ? അങ്കമാലി സ്പെഷ്യല് കാസർഗോഡുകാരാ, നോർത്ത് ഇന്ത്യക്കാരാ, നീ കേട്ടിട്ടുണ്ടോ? തിമിരടിക്കുന്ന കാലമായടി തെയ്യാമേ, കാശിന്റെ കാലമായടി തെയ്യാമേ, തിമിരടിക്കുന്ന കാലമായടി തെയ്യാമേ, കാശിന്റെ കാമതീർന്നടി തെയ്യാമേ, 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 തെയ്യാമേ. നമുക്ക് അങ്കമാലി മീൻ മാങ്ങ പിടിച്ചാലോ? നമ്മളിപ്പോ ഓൾറെഡി കിച്ചണില്ല, അതുകൊണ്ടല്ലേ നമുക്ക് കിച്ചൺ അങ്കമാലി മീൻ മാങ്കറി പിടിക്കാൻ പോവാണ്. പൊളിക്കാളിയാ. അതില് എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത്. ഈ അങ്കമാലിക്കാര് ഇവന്മാരുടെയൊക്കെ ചെറിയൊരു അഹങ്കാരമാണ് അങ്കമാലി മീൻ മാങ്കറി എന്ന് പറഞ്ഞത്. ഞാനത് എങ്ങനെ നോക്കട്ടെ എന്ന് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് പറയാൻ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പേടിക്കണ്ട. സാധാരണ ഞങ്ങൾ ഡമ്മി ടു ഡമ്മി ഇടുമ്പോഴാണ് കയ്യറ്, ഡമ്മി ടു ഡമ്മി ഇട്ടവരെയോ ഇട്ടവരെ കണ്ടുപിടിക്കാൻ പോകുന്നവരെ പോകുമ്പോഴാണ് കയ്യറുടെ എന്ന്. ഇത് ഉദ്ദേശം വേറെയാണ്. മീൻ മാങ്ങ അങ്കമാലി സ്റ്റൈൽ. അങ്ങനെയല്ല, അങ്കമാലി ആദ്യം വേണം. അങ്കമാലി മീൻ മാങ്ങക്കറി. പ്രധാനമന്ത്രി ഇതിനൊക്കെയാണ് നീ കറിയും. ഇത് അപ്പൊ ഇത് 2 സവാളയാണിത്, 2 ചെറിയ സവാള തിന്നായിട്ട് അരിഞ്ഞേക്കണത്. ഇഞ്ചി ഇതൊക്കെ ഞാനൊന്ന് അരിയും. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മീൻ, നമ്മുടെ മീനാണ്. അപ്പൊ ഇഞ്ചി എങ്ങനെ അരിയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനായിട്ട് കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാനായിട്ട് ഈ കൊരങ്ങ് ഇഞ്ചി കടിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ കടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ വലിയ കഷ്ണമായിട്ട് അരിയണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുരങ്ങുകൾ ഈ ഇഞ്ചി കടിച്ചിട്ട് മീൻ മാങ്കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ല. ജിഞ്ചർ ജൂലിയൻ എന്ന് പറയുന്നതാണോ ഇത്? അതോ അല്ല, ഇത് ജൂലിയൻ അല്ല, അല്ല ജൂലിയസ് നാടൻ തിയാമ. നോട്ട് ജൂലിയസ്. നമ്മൾ എന്തിനകത്ത് വെക്കാൻ പോണെന്ന് അറിയാം? സൂര്യഗ്രഹണം ഉണ്ടായപ്പോ അമേരിക്കക്കാരനൊരുത്തൻ സൂര്യഗ്രഹണത്തിന്റെ ഒക്കെ ഫോട്ടോ എടുത്തു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കി ഒരു സൈഡിൽ വെച്ച്, ഇത് സൂര്യഗ്രഹണം പോലെയല്ലേ? ഇത് ഇട്ടിട്ടു അവര് പറഞ്ഞു സിംഗപ്പൂരിൽ വലിയ സൂര്യഗ്രഹണമുണ്ടോ. നാസ വിളിച്ച് അപ്പൊ തന്നെ ഒരു അവാർഡും കൊടുത്തു. നാസ വിളിച്ചു, ഇതേപോലത്തെ സൂര്യഗ്രഹണം ആരും കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ കിടക്കട്ടെ. അപ്പൊ ഇത് നമ്മളെല്ലാം കൂടി ഇതിനകത്തേക്ക് വലിച്ചു വാരിയിടും. മീൻ മാങ്കറി എന്ന് പറഞ്ഞ എല്ലാത്തിന്റെയും നിങ്ങൾ വിചാരിക്കും ഒരു അവിയല് പരിവാണ്. ഇപ്പൊ നമ്മള് ഇഞ്ചി ജൂലിയൻ അതിട്ടു. ഇഞ്ചി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോ ഇത്രയും കഷ്ണം നെയ്മീനാണ്. ഇത് ശരിക്കും കടൽ തീരത്ത് കാണുന്ന മീനല്ല, ഇത് കുറച്ച് ആഴക്കടലിൽ കാണുന്ന മീനാണ് നെയ്മീൻ. കടലിന്റെ ആഴങ്ങളിൽ കടലിനകാതമാം നീലിമയിൽ അങ്ങനെയും പാടായിരുന്നു കേട്ടോ. അല്ല, പക്ഷെ ഇവന്റെ കേസ് ഉണ്ട് കേട്ടോ. ഇവന് സംഗീത സംവിധായകന്മാര് ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. പക്ഷെ ഗാനരചയിതാക്കൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ തല്ലി കൊല്ലും. പാടാനൊക്കെ കഴിവുണ്ട്, പക്ഷെ നീ വേറൊരു പാട്ട് പാടി, ഒരു ഓണത്തിന്റെ പാട്ട് പാടി. ഓണത്തിന്റെ പാട്ട് പാടി. പൂവിളി പൂവിളി പൊന്നോണമായി. എന്റെ ഇടയിൽ ഞാൻ കാന്താരി മുളക് ഒരു 8 എണ്ണം സൂയിസൈഡ് ചെയ്യാൻ പോവാൻ. സൂയിസൈഡ് ചെയ്യേണ്ടി വരും എന്റെ പാട്ട് കഴിയുമ്പോ. നീ ഇത് പാടി കേൾക്കട്ടെ, ഞാനത് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടാം. ഞാൻ പാടിക്കോട്ടെ? നീ പാടിക്കോ. നീ വരൂ പൂവാലൻ തുമ്പി ഈ പൂവഴിയിൽ, ഓണം പൊന്നിൻ മുത്തായി മാറും തൂവഴിയിൽ, നീ വരൂ നാട്യം കാണാൻ പൂവിളി പൂവിളി പൊന്നോണമായി. ടച്ച് വിട്ടുപോയതുകൊണ്ട് ലിറിക്സ് ഒക്കെ മാറും. ഓണപ്രേമികളും യേശുദാസ് പാടിയ പോലെ തന്നെയുണ്ട്. ഇങ്ങനെയാണോ പാടിയേ? പുള്ളിനെ പറ്റിയുള്ള കംപ്ലീറ്റ് പോയി. നിനക്ക് വേണ്ടിയിട്ട് ഈ ചില്ലി നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരെണ്ണം കൂടി എക്സ്ട്രാ സാധാരണക്കായി ഞാനൊരു 5 ചില്ലി ഇടണ്ട് ഇതിനകത്ത്. കാന്താരി മുളക് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ കാന്താരി മുളക് പോലെയല്ല, ഡ്യൂപ്ലിക്കേറ്റ് കാന്താരി മുളകാണ്. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. സിംഗപ്പൂർ ഇതൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഇത് വെക്കുക. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ മാങ്ങ, ഈ മാങ്ങ നമ്മൾ ചെറുതായിട്ട്
തൊണ്ട് കളഞ്ഞ് പൂളി വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണമായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇത് അലിഞ്ഞു പോകും. നീന്ന് കടിച്ചു നോക്കിയത്. അപ്പൊ പച്ചമാങ്ങ അപ്പൊ നമ്മള് നമ്മുടെ ചട്ടിക്കലം സൂര്യനടിച്ച് ചട്ടി. അപ്പൊ ഇതിനകത്ത് നമ്മള് ഇനിയിപ്പോ നമ്മള് പറഞ്ഞ മാങ്ങ അതിനകത്തേക്ക് ഇടാം. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് ഗ്ലൗസ് ഇട്ടേണ്ട എന്തിനാന്ന് നിങ്ങൾ പറഞ്ഞു ഓൾറെഡി. ഇനി ഇതിനകത്ത് നമ്മൾ പൊടികൾ ഇടാമാണ്. ഇതിനകത്ത് മെയിൻ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതൊരു ഏകദേശം ഒരു 3 ടീസ്പൂൺ. ഓക്കെ, ഇത്രയും മാങ്ങയാണ് എടുത്തേക്കണേ, ഇത്രയും മീനാണ്. അത് നോട്ട് ചെയ്യാം. മീൻ എന്ന് പറഞ്ഞാൽ നെയ്മീൻ, തൊലി കളഞ്ഞ് എല്ലില്ലാണ്ട് പിള്ളേർക്ക് വേണ്ടി കഴിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അവർക്ക് കളിക്കാനായിട്ട് നമ്മൾ കഴിക്കാൻ കൊടുക്കണമല്ലോ. എല്ലെന്ന് പറഞ്ഞ മുള്ളു കേട്ടാ, അങ്ങനെ പറഞ്ഞു എല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് പിന്നെ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ. കളർ ചില്ലി പൗഡർ ഇതൊരു 1/2 ടീസ്പൂൺ. ഈ ഐറ്റം കണ്ടോ അറിയാം? അല്ല, അതെന്താന്ന് പറഞ്ഞില്ല. മഞ്ഞപ്പൊടി കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ. പിന്നെ ഉപ്പ് ടു ടേസ്റ്റ്, അത് ഞാൻ പറഞ്ഞു തരില്ല എന്തോരാന്ന്. ഉപ്പ് ഞാനിപ്പോ കാരണം ഇതൊക്കെ ഉള്ള കാരണം ഇതിനകത്ത് ഹിമാലയൻ സോൾട്ട് അല്ല. ഞങ്ങൾ അങ്കമാലിക്കാര് ഹിമാലയ പോയിട്ടില്ല, ഞങ്ങൾ സാധാരണ സോൾട്ട് ഇടുള്ളൂ. കാസർഗോഡുകാരെ പോലെ അല്ല. തന്തുരസ്തിനെ തോന്നി തരവില്ല. പിന്നെ അപ്പൊ പൊടികളായി, അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഇന്ന് ശരിക്കും അങ്കമാലി മാങ്ങക്കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനുവേണ്ടി ഞാൻ ഈ ഗ്ലൗസ് ഇട്ടത്. ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ച് അതിന്റെ ജ്യൂസ് ഒക്കെ പാടി ഇങ്ങനെ ഇരിക്കണം. പക്ഷെ അത് വെറുതെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് മാങ്ങയ്ക്ക് പുളിയുണ്ട്. ഒരു മിനിറ്റ്, അങ്കമാലിക്കാര് അവരുടെ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ മിന്നാഗിരി എന്ന് പറയത്തില്ല, മിന്നാഗിരി. അതിന് ഇവര് ചൊരക്ക പല പേരും പറയും. സാധനം മിന്നാഗിരിയാണ്, അല്ലെങ്കിൽ മിന്നാഗിരി ഒഴിച്ചാൽ മതി. കണ്ട, ഇത് ഇത്തിരി ഒരു 2 ക്യാപ്പ് നമ്മള് തനി നാടനായ കാരണം മാങ്ങയ്ക്ക് ആവശ്യത്തിന് പുളിയുണ്ട്. ഇത് പഴമാങ്ങ അല്ലാട്ടാ. എന്നിട്ട് അതുകൊണ്ട് ഇടാം. എന്നിട്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ. നമ്മുടെ ഇവിടേക്ക് അത് കിട്ടുള്ളൂ. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ കുറച്ച് ഇതിനകത്ത് ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. ഒരു ലാർജ്. എന്നിട്ടുണ്ടല്ലോ സാധനം കൂടി എല്ലാം കൂടി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. ഇഞ്ചിയും ഉള്ളിയും മാങ്ങയും, ഇതിനാണ് ഗ്ലൗസ് ഇട്ടേക്കുന്നത്. കാന്താരി മുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോ ആരെയാ മനസ്സിൽ ധ്യാനിക്കാറ് സാധാരണ? വേറെ ആര് പേര് പറയില്ല. നീ ഇതൊന്നും മണത്ത് നോക്കി, ഇതിന്റെ മണൊക്കെ. വെളിച്ചെണ്ണ ചൊറുക്ക, വെളിച്ചെണ്ണ ചൊറുക്കാണ് എടുത്ത് നിൽക്കുന്നത്. വെളിച്ചെണ്ണ ചൊറുക്ക, ഉള്ളി കുറച്ചും കൂടി ഒന്ന് പിടിക്കണം. അപ്പൊ ഇത് ഒരുമാതിരി ഞാൻ ആളെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞാൻ ഏകദേശം എല്ലാം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, എല്ലാ ജ്യൂസും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് എന്താ ചെയ്യണമെന്ന് നമ്മള് ഇതിലേക്ക് വെള്ളം കത്തിക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന അതോ വേറെ എന്തെങ്കിലാണോ? കറി ഉണ്ടാക്കുമ്പോ വെള്ളം ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഇതിനകത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കും. ഇത് കെറ്റിൽ നമ്മൾ ചൂടാക്കിയ വെള്ളമാണ്. ഇതൊക്കെ ഒരു ഐഡിയയിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം, ഒരു 300 ml. ഒരു ഗ്രാഹ്യം വേണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ നമ്മുടെ ഇവിടെ കിട്ടുന്ന തേങ്ങാപ്പാലിന്റെ ഒരു വേരിയേഷനാണ്. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ കിട്ടുന്ന കൺട്രീസിൽ തേങ്ങാപ്പാൽ ഇടാം. അല്ലാത്ത കൺട്രീസിൽ ഇപ്പൊ ചിലയിടത്ത് പൗഡർ ആയിരിക്കും. അപ്പൊ നമ്മുടെ തേങ്ങ പണിപാളി. ഓക്കെ, അപ്പൊ ഇത് നമ്മള് തേങ്ങാപ്പാലാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2ാം പാലാണ് ആദ്യം ഇടേണ്ടത്. കാരണം നമ്മൾ 1ാം പാൽ ഇട്ട് കഴിഞ്ഞാൽ സാധനം തെളിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഇടും. എന്നിട്ട് ഇത് നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. എൻ്റെ കളർ കണ്ട. ഇനി നമ്മുടെ ചട്ടിയിൽ മൺചട്ടിയിൽ കിടന്ന് ഇതങ്ങോട്ട് വേവും. പക്ഷെ ഒരു ട്രിക്ക് കൊണ്ട് ഞാൻ പറയാണ്,
മാങ്ങയുടെ കളർ പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, ഈ മാങ്ങയുടെ കഷ്ണമൊക്കെ ഇതിനകത്തുനിന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതങ്ങോട്ട് മാറ്റും. പക്ഷെ നമ്മൾ ഈ മാങ്ങയുടെയൊക്കെ അവസാനം പൂളുമ്പോൾ അവസാനത്തെ ഭാഗം ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ഭാഗങ്ങൾ, അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതൊക്കെ അതിനകത്ത് തന്നെ നടക്കും. അപ്പൊ ആ പുളി അങ്ങ് ഇറങ്ങും. പക്ഷെ നമ്മൾ വലിയ മാങ്ങ കഷ്ണം നമ്മളിങ്ങനെ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ അതങ്ങനെ കുഴഞ്ഞ് അവിഞ്ഞ്, നീ പറഞ്ഞില്ലേ ശരിയോ. നമ്മളിപ്പോ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൊണ്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ മാങ്ങ എടുത്ത് മാറ്റി വെച്ചു. കാരണം മാങ്ങ പെട്ടെന്ന് വേവും, പെട്ടെന്ന് ഇങ്ങനെ അവിഞ്ഞു പോകും. അല്ലേടാ, അവിഞ്ഞല്ലേ, അവിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ മാങ്ങ മാറ്റി വെച്ചു. ബാക്കിയുള്ള മസാലയും സവോളയും ഒക്കെ ഒന്ന് ആ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങാനായിട്ട് നമ്മളൊന്ന് ഇതിനകത്ത് ഇത് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ട്രിക്കും കൂടിയുണ്ട്, ഫ്ലേവർ വരാനായിട്ട്. നമുക്കെപ്പോഴും അങ്കമാലിക്കാർ നന്നായിട്ട് വേപ്പിലിടും. അപ്പൊ നമ്മളത് അതിനകത്തേക്ക് ഇട്ടു. കണ്ട, ഇതെങ്ങനെ ഇട്ടിട്ട് ആ കളറൊക്കെ നോക്കി, ഇതാണ് അങ്കമാലി കണക്കറി. നോർത്ത് ഇന്ത്യക്കാർ. അപ്പൊ നമുക്ക് ഇനി ഇത് ഞാൻ അതൊന്ന് തിളക്കട്ടെ, ഒരു 7 മിനിറ്റ് ഇങ്ങനെ തിളച്ചിട്ട് നമുക്ക് ഇനി പിന്നെ ബാക്കി പിന്നെ. അപ്പൊ മാങ്ങയൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു 5-7 മിനിറ്റ് ലോ ഫയറിൽ അത് എല്ലാം മസാലയൊക്കെ ഒന്ന് വെന്ത് അതിന്റെ ഉള്ളിയുടെയും എല്ലാ പൊടിയുടെയും എല്ലാം ഫ്ലേവർ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. താളിക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയുടെ വേറൊരു സംഭവമുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ അരിയുമ്പോ ഉള്ളി വട്ടത്തിൽ വേണം അരിയുമ്പോ വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, കൈയുടെ വിരലിന്റെ അറ്റം അതിനകത്തോട്ട് പോകാൻ പാടില്ല. നോട്ട് ദ പോയിന്റ്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചരിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കൈയുടെ അറ്റം കൂടി പോകും. അപ്പൊ ഇത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞേക്കണതാ. ഈ വട്ടത്തിൽ അരിഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താളിക്കാനായിട്ട് എടുക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കാണണം. അതാണ് ഇതിന്റെ ഗ്ലാമർ. കുറച്ച് സമയം കാണിക്കാം. കണ്ട, എന്റെ കൂടെ താളിക്കാനായിട്ടുള്ളത് കടുക്, കുറച്ച് ഈ മുളക്, പിന്നെ നമ്മുടെ സ്വന്തം വേപ്പില. ഞാൻ ശരിയാക്കി തരാം. അപ്പൊ നമ്മുടെ അത് ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്ക് ഇതിനകത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മീൻ നമ്മൾ കഴുകി വെടുപ്പാക്കി എല്ലാം ചത്ത മീൻ നമ്മൾ അതിനകത്തോട്ട് പിടിച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ കാസർഗോഡുകാർ കടൽ തീരത്ത് ചത്ത് കിടക്കുന്ന മീൻ എടുക്കും. നമ്മൾ ആഴക്കടലിൽ പോയിട്ട് മീൻ പിടിക്കും. അങ്കമാലിയിൽ ഏതാ കടല്? അങ്കമാലി കടലില്ല, മാഞ്ഞാലിത്തോടിന്ന് പിടിക്കുന്നതാ. അതെ, മാഞ്ഞാലിത്തോട്ട്. ഞങ്ങള് പക്ഷെ കടൽ തീരത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഞങ്ങൾ പോയി പിടിക്കും. അതാണ് കണ്ട, ഇത് ഈ മീനൊക്കെ പെട്ടെന്ന് വേവും. നോക്കി അതിന്റെ കളർ മാറി നോക്കി. അതിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയും കൂടി അങ്ങോട്ട് ഇടാം. അപ്പൊ അതും വെന്ത് അതിൻ്റെ കൂടെയാവും. ഇനി ഇതൊരു 4-5 മിനിറ്റ് ഇത് എന്റെ വായിൽ വെള്ളം ഒന്നും തുടങ്ങിയാലേ പ്രശ്നമാണോ. നമ്മൾ ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കുക. മീനും വേവട്ടെ, മാങ്ങയും വേവട്ടെ. ഇനി ഇതൊരു പാട്ട് പാടിയ മാമ്പഴക്കാലത്തിലോ അങ്ങനെ ഒരു മാങ്ങനെ പറ്റി എന്തെങ്കിലും പാടുന്നീ. जब भी कोई लड़की देखा मेरा दिल दीवाना बोले ओले 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 ഓല ഓലെ 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 ഓലെ. ഞാൻ എന്റെ കുട്ടിക്കാലം സുഹൃത്തുക്കൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഓലെ 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 ഓലെ. അമ്മയുടെ അടുത്ത് ജും ജും എന്ന് പറഞ്ഞു ഓലെ 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 ഓലെ. അതാണ് അന്ന് ഓലയുടെ മട്ടൽ കൊണ്ട് കിട്ടിയ ഏറ്. ഓലമടൽ കൊണ്ട് ഇന്നും ഓർമ്മയുണ്ട്. എന്നാ ഓടി ഓട്ടം നിനക്ക് ഇപ്പോഴും ഓർമ്മയില്ലടാ. വീടിന് ചുറ്റും ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്. ഓലമടലിലിട്ട് ഓലമടലുണ്ട്. അത് ഒന്നും ഇല്ലായിരുന്നു. ഓലേ 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 ഓലേ. അപ്പൊ നമ്മുടെ പുക വേണമല്ലോ. അപ്പൊ നമ്മള് ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണു. മീനും മാങ്ങയൊക്കെ വെന്തുകൊണ്ടിരിക്കണം. അതിന്റെ ഇടയിൽ നമ്മൾ ഇത്തിരി ചാറുകട് നമ്മൾ മാറ്റി വയ്ക്കും. എന്തിനാണ് നിങ്ങൾ ചോദിക്കും. മാറ്റി വെക്കുമ്പോ ട്രിക്ക് ഉണ്ട്. അങ്കമാലിയാണ് ട്രിക്ക് ഫുള്ള്. കാരണം എപ്പോഴും മാറ്റി വെക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും ടേസ്റ്റ്. മാറ്റി വെച്ച കല്ല് മൂലക്കല്ലാവും. അതെ അതെ അതെ. കണ്ടോ, അതിനകത്ത് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാല്, ഇത് 2ാം പാല് ഇടുന്നവർക്ക് പണി പാളണം. അപ്പൊ നമ്മള് 2ാം പാലിന്റെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് 2ാം പാൽ ഇടേണ്ടത്. അപ്പൊ നമുക്ക് 2ാം പാലില്ലാത്തവരും 2 സെയിം പാലായിരുന്നു നമ്മള് ഇതൊന്ന്
മിക്സ് ചെയ്ത് രണ്ടാം പാല് പോലെ ആക്കിയെടുക്കും. എന്നിട്ട് അതിന്റെ ഇടയിൽ നമുക്ക് താളിക്കലിന്റെ പരിപാടി വേണ്ടി നോക്കിയാലോ? നമുക്ക് താളിക്കാം. ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആവണം, കാരണം അല്ലെങ്കിൽ മിക്സ് ആയില്ലെങ്കിൽ ഈ കോക്കനട്ട് മിൽക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ കിടക്കും. നമുക്കിപ്പോ പാലായിട്ടാണെങ്കിൽ അത് മിക്സ് ആയിക്കോളും. ഇതിപ്പോ നമ്മുടെ തലപ്പാല് പോലെ അല്ലേ അത്, ഉണ്ടാ എല്ലാം മിക്സായി. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യും. ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പരിപാടിയൊന്നും പറ്റില്ല. തള വരുമ്പോൾ ഓഫ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് താളിക്കലിന്റെ പരിപാടി നോക്കാം. ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പാൻ റെഡിയാക്കണം. ശുദ്ധ വെളിച്ചെണ്ണ, അത്ര ശുദ്ധമൊന്നും ആയിരിക്കില്ല, വെളിച്ചെണ്ണ. നീ ഒരു പാട്ട് പറ, ഞാൻ അപ്പോഴേക്കും താളിക്കട്ടെ. ഞാൻ സരയുവിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പോയാണ്. സരയുവിലൊരു ചുടുമിഴി നീക്കണമായ ഞാൻ പഠിക്കുന്ന കവിയുടെ ഗാനരസാമൃത ലഹരിയിലൊരു നവകനകീടയുമ്പ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. എന്നോട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അസൂയൊന്നും. ദാസേട്ടാ ക്ഷമിക്കണട്ടാ, ദാസേട്ടൻ കണ്ട് തല്ലിക്കൊല്ല. ഞാൻ ഇനിയിപ്പോ ഞാൻ നമ്മുടെ വേപ്പില ഞാൻ എറിയും വഴി ഓടാം. ക്യാമറ പിടിച്ചോ. അയ്യോ, കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. അയ്യോ പണിപാളിലോ കാടുകിരയിട്ടപ്പോഴത്തേക്കായല്ലോ. ഒന്നും കുഴപ്പമില്ല. നമ്മള് വിട്ടുമാറില്ല, എന്നാലും നമ്മള് ഇടും കടുക്. പൊട്ടി കണ്ട, എന്നെ പൊട്ടീന്ന് വിളിച്ച പോലെ തോന്നി. മനസ്സിലായല്ലേ? പൊട്ടിയില്ലേ? പൊട്ടി പതുക്കെ പൊറോട്ട അല്ലെങ്കിൽ പൊട്ടിയ പോലെ തോന്നണോളോ. അതിനകത്ത് നമ്മൾ 2 ഉണക്കമുളക് കളറിനും ഗ്ലാമറിനും വേണ്ടിയിട്ട് അതിങ്ങനെ. ഒരു മിനിറ്റ്, നമ്മുടെ ഗ്ലാമറിനാണോ അതിന്റെ ഗ്ലാമറിനാണോ? നമുക്ക് എന്തിനാണ്, നമുക്ക് ഓൾറെഡി ഉള്ള സാധനം എന്തിനാണ് നമ്മള് പിന്നെ പറയുന്നത്. ഇല്ലാത്ത സാധനങ്ങൾക്ക് നമ്മള് കുറച്ച് ഗ്ലാമറൊക്കെ വിട്ടു കൊടുക്കണം. ഓക്കെ, നമ്മള് നമ്മുടെ ഉള്ളി വട്ടത്തിലരിഞ്ഞ ഉള്ളി, ഇത് കുഞ്ഞുള്ളിയാണ്, ആത്മാർത്ഥമായിട്ട് അരിഞ്ഞതാണ്. ഇതിനു വേണ്ടി നമ്മള് വെള്ളം ഒഴിക്കുക. അതിനകത്തേക്ക് നമ്മുടെ എന്തോരം ഗ്രേവി വേണമെന്നനുസരിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അത് തീ കുറച്ച് ഒന്ന് ഈവനായിട്ട് സിമ്മറിൽ ഒഴിക്കുക. സിമ്മർ എന്ന് പറഞ്ഞാൽ നമ്മുടെ താളിക്കലിന്റെ സാധനം ഉള്ളിയൊക്കെ ഒരുമാതിരി ശരിക്കും ഓൾമോസ്റ്റ് കരിഞ്ഞ അത്ര ആവണം, എന്നാലാണ് അതിന്റെ ഒരു ഗ്ലാമറും. ഇത് കണ്ട മീനിന്റെ മൊഹബത്ത് ഇറങ്ങത്തുള്ളൂ. അത് തന്നെ കുറച്ചുണ്ടി നേരം ഇരിക്കട്ടെ. അത് കരിയണേന്റെ പക്കത്തത്ര വരെ, അതുവരെ നമ്മുടെ തലപ്പാൽ, അതായത് 1-ാം പാൽ നമ്മൾ ഒഴിക്കാൻ പോകുന്നു. അപ്പൊ അതിന്റെ കൂടെ ഒട്ടും വേസ്റ്റ് ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ മറ്റേ പാലും കൂടി ഒഴിക്കണം. ഇപ്പൊ അതിന്റെ കളർ നോക്കി, ഇപ്പൊ കളറ് ഇതാണ് അങ്കമാലി മാങ്ങക്കറിയുടെ. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരുപാട് നമ്മൾ തിളയ്ക്കാൻ പാടില്ല. ഒരു തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കണമെങ്കിൽ ഇത് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ എടുക്കണം. അപ്പോൾ ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി മീനിലേക്ക് ഫ്ലേവറൊക്കെ പിടിച്ച് ഒക്കെ ശരിയാവും. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ഓഫ് ചെയ്യാൻ വേണം. കണ്ടത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് കരിഞ്ഞില്ല, പക്ഷെ ഉള്ളി ഡീപ് ഫ്രൈ ആയി. നമ്മളിത് ഓഫ് ചെയ്യണം. താളിക്കാൻ റെഡി. ഇത് ഇപ്പോഴും തല വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ തലപ്പാൽ ഒഴിച്ചു. നമ്മൾ ഇടുമ്പോൾ ഒരു അങ്കമാലി മീൻ മാങ്ങാക്കറി. അപ്പൊ നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അങ്കമാലി പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, കണ്ണും കണ്ണും കടം പറഞ്ഞു, കടൽ കഥയിൽ മാനം കവിഞ്ഞു, കൊതിപ്പിച്ച് കടന്നതെന്തേ അങ്കമാലിക്കാരി പെണ്ണേ, കൊതിപ്പിച്ച് കടന്നതെന്തേ അങ്കമാലിക്കാരി പെണ്ണേ. എന്തായാലും നമ്മുടെ അങ്കമാലി ഫിഷ് കറി, ഫിഷ് കറി ഫിഷ് ഹെഡ് അല്ല, ഞങ്ങളുടെ ഫിഷിന് ഹെഡില്ല, ഹെഡില്ലാത്ത ഫിഷാണ്. പക്ഷെങ്കിലും അങ്കമാലി മീൻകറി സൂപ്പർ ആയിട്ടുണ്ട്. ഞാനിത് രുചിച്ചു നോക്കി. ഇതിന്റെ
പറഞ്ഞതിലും ഒരു വിഷുവൊക്കെ ചൂടുണ്ടാവും. ആ മാങ്ങയുടെ രുചിയും കൈപുണ്യത്തിന്റെ ഒരു നൈപുണ്യവും എല്ലാം കൂടി ചേർത്തൊരു ഒന്നൊന്നര സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ ഇത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടേ പറ്റൂ. അങ്കമാലി മീൻകറി റെഡി. അങ്കമാലിക്കാരുടെ വകയായിട്ട് എല്ലാ മലയാളികൾക്കും ഹാപ്പി ഓണം. എൻജോയ്, സെലിബ്രേറ്റ്. കാസർഗോഡ് വക എല്ലാ പ്രവാസികൾക്കും ഞങ്ങളിത് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ലൈക്ക് ചെയ്തോ, ലൈക്ക് ചെയ്തോ, ലൈക്ക് ചെയ്തോ. ലൈക്ക് ഇട്ടോട്ടാ. താങ്ക് യു.